സമയം ഏറെക്കുറെ 10:30 ആ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായ രാധയുടെ അമ്മ പഴയതും കീറിയതുമായ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവർ കടന്നു വരുന്നത് ഒരു വലിയ ജ്വല്ലറി കടയിലേക്കാണ്. അമ്മയുടെ വസ്ത്രവും ക്ഷീണത്തോടുള്ള ആ നടത്തവും കണ്ടാൽ അവർ ആ ജില്ലാ DMന്റെ അമ്മയാണെന്ന് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. അവർ അങ്ങനെ സാവധാനം ജ്വല്ലറിയുടെ ഡോറ് തുറന്ന് അകത്ത് കയറി. അവരുടെ മുഖത്ത് നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ആ സമയത്ത് ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന മറ്റു കസ്റ്റമേഴ്സിന്റെയും കടയിലെ ജോലിക്കാരുടെയും മാനേജറുടെയും ഒക്കെ കണ്ണുകൾ ആ സമയം ആ വൃദ്ധയായ സ്ത്രീയിലേക്കായിരുന്നു. എന്തോ ഒരു വിചിത്ര കാഴ്ച കണ്ടെന്ന പോലെ എല്ലാവരും അവരെ തന്നെ കുറച്ചു നേരം നോക്കി. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു യാചകയാണെന്ന് തോന്നുന്നു. ഇത് എന്താണ്? ആരാണ് അവരെ അകത്തേക്ക് കടത്തി വിട്ടത്? ആ പ്രായമായ അമ്മ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അമ്മ ഇതൊന്നും വകവെക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. അമ്മ നേരെ അവിടെയുള്ള ഒരു സ്റ്റാഫിന്റെ അടുത്തെത്തി പറഞ്ഞു, മകനെ, എനിക്ക് നല്ലതും വില കൂടിയതുമായ ഒരു വജ്രമാല വേണം, അതൊന്ന് കാണിക്കൂ. അവരുടെ ആ വാക്കുകൾ കേട്ട് ആ സെയിൽസ്മാന് ആദ്യമൊന്ന് ചിരിച്ചെങ്കിലും പിന്നീട് അതോടൊപ്പം അയാൾക്ക് ദേഷ്യവും വന്നു. അയാൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു, ഏയ് വൃദ്ധേ, ഇവിടെ നിന്ന് പോകൂ. ആരാണ് നിന്നെ അകത്തേക്ക് കടത്തി വിട്ടത്? അല്ലെങ്കിൽ നിന്നെ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് പുറത്താക്കും. ഇതെല്ലാം അമ്മ ഒന്നും മിണ്ടാതെ നിശബ്ദമായി കേട്ടുനിന്നു. കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും പറഞ്ഞു, മകനെ, ഞാനൊരു യാചകയല്ല, ഞാനിവിടെ ആഭരണങ്ങൾ വാങ്ങാൻ വന്നതാണ്. നിങ്ങളുടെ കടയുടെ ഗുണനിലവാരമെല്ലാം ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, അതാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. ഒരു മാല വാങ്ങാനുള്ള പണമൊക്കെ എന്റെ കൈവശമുണ്ട്. എന്റെ വസ്ത്രങ്ങൾ നോക്കി എന്നെ നിങ്ങൾ വിലയിരുത്തരുത്. ആ സമയത്താണ് കടയിലെ മറ്റൊരു ജീവനക്കാരൻ അവരോട് പറയുന്നത്, നിന്റെ പണമെല്ലാം എനിക്കറിയാം, വേഗം ഇവിടെ നിന്ന് പുറത്തു പോകൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ചെരുപ്പ് കൊണ്ടടിക്കും. നീ വന്നതുകൊണ്ട് എല്ലാവരുടെയും സന്തോഷം ഇല്ലാതായി, വേഗം പോകൂ. ഇതൊക്കെ കേട്ടിട്ടും ആ വൃദ്ധ അപ്പോഴും നിശബ്ദമായി തന്നെ നിന്നു. അവരുടെ കണ്ണുകളിൽ പേടിയോ സങ്കടമോ ഒന്നുമില്ലായിരുന്നു. എന്നിട്ട് ആ അമ്മ ജോലിക്കാരനോട് പറഞ്ഞു, മകനെ, നീ എന്റെ അവസ്ഥ കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു സത്യം പറയാം. ഞാൻ നിങ്ങളൊക്കെ അറിയുന്ന ഒരാളുടെ അമ്മയാണ്. ഞാൻ ഒരു മാല വാങ്ങാൻ വന്നതാണ്. ഇത് കേട്ട് കടയിലുള്ള മറ്റു ജോലിക്കാരും കസ്റ്റമേഴ്സും എല്ലാം പൊട്ടിച്ചിരിച്ചു. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ ശകാരിക്കുന്നുണ്ട്. എന്ത്, ഈ വൃദ്ധയാണോ വജ്രമാല വാങ്ങുന്നത്? ഇവർക്ക് ശരിക്കും ഭ്രാന്താണ്. ആ സമയത്താണ് കടയിലേക്ക് ജ്വല്ലറി കടയുടെ ഉടമ വരുന്നത്. അയാൾ ഈ അമ്മയെ കണ്ടതോടുകൂടി അവരോട് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് ആരാണ്? ഒരു യാചക സ്ത്രീയോ? ഇവരാരാണ് അകത്തേക്ക് കടത്തി വിട്ടത്? വേഗം ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകൂ. എന്തൊരു തമാശയാണിത്? ഇത് കേട്ട് ആ സ്ത്രീ കട ഉടമയുടെ നേരെ കൈകൾ കൂപ്പി പറഞ്ഞു, സാർ, എനിക്കൊരു വജ്രമാല വേണം. എന്റെ കയ്യിൽ അതിനുള്ള പണമുണ്ട്. ഞാൻ ഒരു യാചകിയായിരുന്നെങ്കിൽ ഈ കടയിൽ വരാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ഇത് കേട്ട ആ കട ഉടമയുടെ മുഖത്ത് ചിരി വന്നു. വിഡ്ഢിത്തം പറയാതിരിക്കൂ. എനിക്ക് നിന്നോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇവിടെ നിന്ന് വേഗം പോകൂ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കും. ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ അയാൾ ആ വൃദ്ധയുടെ മുഖത്തേക്ക് അടിച്ചു. ഈ കാഴ്ച കണ്ടു നിന്ന ജോലിക്കാരും കസ്റ്റമേഴ്സും എല്ലാം ഒരു സമയത്തേക്ക് സ്തംഭിച്ചു പോയി. തുടർന്ന് 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വന്ന് അവരെ പിടിച്ച് വലിച്ച് കടയുടെ പുറത്തേക്ക് കൊണ്ടുപോയി. ഈ ലജ്ജാകരമായ ദൃശ്യം ജ്വല്ലറി കടയിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ CCTV ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പതിഞ്ഞ ദൃശ്യങ്ങൾ ജ്വല്ലറി ഉടമയ്ക്ക് അവരുടെ ഭാവിയിലെ ഏറ്റവും വലിയ ദുഃഖമായി മാറുമെന്ന് ആ സമയത്ത് അവിടെയുള്ള ആരും കരുതിയിരുന്നില്ല. പുറത്താക്കിയ അമ്മ ആ നഗരത്തിന്റെ ഒരു തെരുവിലിരുന്ന് സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. നിറഞ്ഞ കണ്ണീരോടെ അമ്മ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിക്ക് അവരങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്റെ മകളെ ഭിക്ഷയാചിച്ചും കിട്ടുന്ന ജോലിയുമെല്ലാം ചെയ്ത് പഠിപ്പിച്ച് അവളെ ഈ ജില്ലയുടെ ജില്ലാ ഓഫീസർ ആക്കി മാറ്റി. ഇന്ന് എന്റെ മകൾ എത്ര വലിയ ഉദ്യോഗസ്ഥയാണ്. എന്നിട്ടും ഞാൻ അവളുടെ അമ്മയായിട്ടും അത്തരമൊരു യാചകി എന്ന അപമാനത്തിന്റെ വേദന ഞാൻ ഇന്നും അനുഭവിക്കുകയാണ്. വീട്ടിലെത്തിയ അമ്മ ആ രാത്രി മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ആ അപമാനത്തിന്റെ ഓർമ്മ അവരുടെ മനസ്സിൽ ഒരു വലിയ മുറിവ് പോലെയായിരുന്നു. എത്ര തവണ കണ്ണുകൾ അടച്ചിട്ടും ഉറക്കം വരുന്നില്ല. ഒടുവിൽ അവർ ഫോൺ എടുത്ത് മകളായ ജില്ലാ ഓഫീസർ രാധയ്ക്ക് വിളിക്കുകയാണ്. ഓഫീസിൽ ഫയലുകൾ വായിച്ചു കൊണ്ടിരിക്കുന്ന രാധ അമ്മയുടെ ഫോൺ കോൾ കണ്ട് പുഞ്ചിരിയോടെ ഉടനെ ഫോൺ എടുത്തു. ഹലോ അമ്മേ, സുഖമാണോ? ഇത് കേട്ട് അമ്മ പരമാവധി സങ്കടം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് സുഖമാണ് മോളെ. പക്ഷേ അത് പറഞ്ഞതോടുകൂടി അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. അവര് പതിയെ കരയാൻ തുടങ്ങി. ഇത് മകളായ രാധ ഫോണിലൂടെ കേട്ടു.
എന്താണമ്മേ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്താണെന്ന് പറയൂ. ഇത് കേട്ട് ഒരു നിമിഷം ഒന്ന് അമ്മ നിശബ്ദമായി. അമ്മയുടെ മനസ്സിൽ ആ ജ്വല്ലറി ഉടമയോട് നല്ല വെറുപ്പുണ്ടായിരുന്നു. പക്ഷെ മകളായ രാധയോട് ഈ കാര്യം പറയാൻ അമ്മ ആഗ്രഹിച്ചില്ല. അവർ സ്വയം മനസ്സിൽ സങ്കടം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല മോളെ. കുറെ ദിവസങ്ങളായില്ലേ നിന്നെ നേരിൽ കണ്ടിട്ട്, അതിന്റെ സങ്കടമാണ്. ഇത് കേട്ട് രാധ പറഞ്ഞു, അമ്മേ വേണ്ട, നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒന്ന് മറക്കുന്നുണ്ട്. അമ്മേ, എന്നോടത് പറയണം. ഈ സമയത്ത് അമ്മ നിസ്സഹായമായിരുന്നു. വിറക്കുന്ന ശബ്ദത്തിൽ അവര് ഓരോന്നോരോന്നായി മകളോട് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു മാല വാങ്ങാൻ ജ്വല്ലറിയിൽ പോയി. എന്നെ കണ്ടതും അവർ ഒരു യാചകി എന്ന പോലെ എന്നോട് പെരുമാറി. ഇതൊക്കെ പറയുമ്പോഴും അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. ആ കടയിലെ ജ്വല്ലറി ഉടമ എന്റെ മുഖത്തെ കടിച്ചു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായി എന്നെ അപമാനിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു നിമിഷം മകളായ രാധ തരിച്ചുപോയി. ആരാണ് അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യപ്പെട്ടത്? അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കണ്ണുകളിൽ നിന്ന് സങ്കടത്തിന്റെ കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം രാധയുടെ മനസ്സിനകത്ത് തീ കത്തുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ജില്ലയിലെ വലിയ ഉദ്യോഗസ്ഥയാണ്. ഈ പറഞ്ഞ അനീതി എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് എന്റെ അമ്മക്ക് തന്നെ സംഭവിച്ചല്ലോ. ഞാൻ അവനെ വിടില്ല. നിയമത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അമ്മേ, നിങ്ങൾ വിഷമിക്കേണ്ട, അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു പറഞ്ഞു. ചിലപ്പോൾ നാളെ ഞാൻ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞ് രാധ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ആ രാത്രി അമ്മയ്ക്ക് നേരങ്ങത്തിൽ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ മകളായ രാധ അമ്മയെ കാണാൻ വീട്ടിലേക്ക് എത്തി. അമ്മ രാധയെ കണ്ടതും കരഞ്ഞുകൊണ്ട് മകളെ കെട്ടിപ്പിടിച്ചു. രാധയുടെ കണ്ണുകളിലും സങ്കടം ഉണ്ടായിരുന്നു. വർഷങ്ങളുടെ വേദനയും കഠിനാധ്വാനവും ആ ആലിംഗനത്തിൽ ഇല്ലാതായി. രണ്ടുപേരും ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. ശേഷം രാധ അമ്മയോട് പറഞ്ഞു, ഇനി എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ വേഗം വസ്ത്രമെല്ലാം മാറി ഒന്ന് റെഡിയാകൂ. രാധ അലമാരയിൽ നിന്ന് തന്റെ ചുവന്ന നിറത്തിലുള്ള ഒരു ഡ്രസ്സ് എടുത്തു ധരിച്ചു. ഇപ്പോൾ രാധയെ കാണാൻ ഒരു ഗ്രാമീണ വേഷത്തിലെ പെൺകുട്ടിയെ പോലെ തോന്നുമായിരുന്നു. അതുപോലെ ഈ വേഷത്തിൽ രാധയെ കണ്ടാൽ അവൾ ഒരു ജില്ലാ DM ഓഫീസർ ആണെന്ന് ആർക്കും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതേ സമയം അമ്മ ഒരു വെളുത്ത നിറത്തിലുള്ള ലളിതമായ സാരിയും ധരിച്ചു. ഇപ്പോൾ രണ്ടുപേരെയും കാണാൻ ഒറ്റ നോട്ടത്തിൽ ഗ്രാമത്തിലെ പാവപ്പെട്ട രണ്ട് സ്ത്രീകളെ പോലെ തോന്നുമായിരുന്നു. ശേഷം രണ്ടുപേരും അമ്മയെ അപമാനിച്ച ആ ജ്വല്ലറിയിലേക്ക് നടന്നു. ആ കടയുടെ മുമ്പിലെത്തിയപ്പോൾ അമ്മയുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അമ്മയും മകളും അങ്ങനെ ജ്വല്ലറിയിലേക്ക് കയറിയ ഉടനെ കടയിലെ ജോലിക്കാരും കസ്റ്റമേഴ്സും എല്ലാം ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കടയിലുണ്ടായിരുന്ന ജോലിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓ, ഇത് ഇന്നലെ വന്ന ആ സ്ത്രീ തന്നെയാണ്. ഇന്നവരുടെ കൂടെ വേറെ ആരോ ഉണ്ട്. മകളാണെന്ന് തോന്നുന്നു. ചിലർ ചിരിക്കുന്നുണ്ട്, മറ്റു ചിലർ വെറുപ്പോടെ അവരെ നോക്കുന്നുമുണ്ട്. രാധ ആരെയും ശ്രദ്ധിച്ചില്ല. അമ്മയുടെ കൈയും പിടിച്ച് നേരെ വജ്രമാലകളുടെ ഭാഗത്തേക്ക് നടന്നു. ജ്വല്ലറി കടയുടെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. ഇന്നു വീണ്ടും അന്നത്തെ പോലെ ഒരു നാടകം സംഭവിക്കുമെന്ന് ജോലിക്കാർ ചിന്തിച്ചു. പക്ഷേ ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്നുള്ള അവർ കരുതിയ ആ സ്ത്രീ ആരാണെന്നും ഇന്നിവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. രാധ ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, സാർ, ഞങ്ങൾക്ക് ഒരു വജ്രമാല വേണം. മാന്യതയോടെ അവൾ പറഞ്ഞു. ആ ജോലിക്കാരൻ അത് കേട്ട് അവരെ നോക്കി പറഞ്ഞു, ഹേയ്, നിങ്ങൾ വീണ്ടും വന്നോ? ഇന്നലെ ഈ വൃദ്ധ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഒരു രംഗം സൃഷ്ടിച്ചു. ഇന്നാണെങ്കിൽ അവർ തന്റെ മകളെയും കൂട്ടി വന്നിരിക്കുന്നു. അയാൾ വീണ്ടും പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വജ്രമാല വാങ്ങാൻ സാധിക്കില്ല. നിങ്ങൾക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതിനാൽ ഇവിടെ നിന്ന് എത്രയും വേഗം പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് കേട്ടതും രാധ കുറച്ചുറക്കെ പറഞ്ഞു, അതെ, അസംബന്ധം പറയരുത്. നോക്കൂ, നിങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ നോക്കി ഞങ്ങളുടെ പദവി വിലയിരുത്തരുത്. ഒരുപക്ഷെ നിനക്കറിയില്ലായിരിക്കും നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന്. ആ മാല എടുത്തു കാണിക്കൂ. ഇത് കേട്ടതും ആ ജീവനക്കാരന് ദേഷ്യം വന്നു. ആര് എന്ത് വാങ്ങുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ പോലുള്ള വിഡ്ഢികൾക്ക് കാണാനും തൊടാനും ഉള്ളതല്ല അത്. നിങ്ങൾക്കൊന്നും അത് വാങ്ങാനുള്ള ധൈര്യമില്ല. ദയവായി ഇവിടെ ഒരു നാടകം കളിക്കാൻ നിൽക്കരുത്. വേഗം ഇവിടെ നിന്ന് പുറത്തു പോകൂ. ഇല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ച് നിങ്ങളെ രണ്ടാളെയും ഞാൻ പുറത്താക്കും. ഇത്രയും കേട്ടപ്പോൾ രാധയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞു. മതി മതി, നിർത്തൂ. നോക്കൂ സാർ, സ്റ്റാറ്റസ്
സ്റ്റാറ്റസിനെ കുറിച്ച് ഇവിടെ സംസാരിക്കരുത്. ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ജ്വല്ലറി ആഭരണങ്ങളും ഇപ്പോൾ വാങ്ങാം. അതുകൊണ്ട് വെറുതെ ഒരു അസംബന്ധം പറയുന്നത് നിർത്തി ഞാനീ പറഞ്ഞ ആഭരണം ഒന്ന് എടുത്തു കാണിക്കൂ. ആ സമയത്താണ് ഇവരുടെ ഈ വഴക്കുകളെല്ലാം കേട്ട് ജ്വല്ലറി ഉടമ അങ്ങോട്ട് വരുന്നത്. ഓ, ഇത് ഇന്നലെ ഞാൻ പുറത്താക്കിയ ആ വൃദ്ധ തന്നെയാണല്ലോ, അയാൾ മനസ്സിൽ പറഞ്ഞു. അവരോടൊപ്പം ഇന്ന് വേറെ ആരോ ഉണ്ട്. ആരാണത്? ഒരുപക്ഷെ അവളുടെ മകളായിരിക്കാം. അമ്മയും മകളും ഇന്ന് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അയാൾ അവരോട് പറഞ്ഞു, വേഗം ഇവിടെ നിന്ന് പോകൂ, ഇല്ലെങ്കിൽ നിങ്ങളെ ഇന്നലെ ഞാൻ തല്ലി പുറത്താക്കിയ പോലെ ഇന്ന് എന്നോട്ടത് ചെയ്യിപ്പിക്കരുത്. ഇത് കേട്ടപ്പോൾ തന്നെ രാധയുടെ ക്ഷമ നശിച്ചു. അവളുടെ നെറ്റി ദേഷ്യം കൊണ്ട് ചുളിഞ്ഞു. മതി, നിർത്തൂ. അവൾ കടയുടമയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നോക്കൂ, നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. ഞാൻ ഈ ജില്ലയിലെ ജില്ലാ ഓഫീസറാണ്. പേര് ദീപ. ഇനി എന്റെ അമ്മയെയോ എന്നെയോ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചാൽ നിങ്ങൾ അതിന് ഖേദിക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് കേട്ടതും കട ഉടമയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും പൊട്ടിച്ചിരിച്ചു. ദേഷ്യം വന്ന ആ കട ഉടമ ഉറക്കെ പറഞ്ഞു, നിനക്ക് ഒരു പോലീസ് ആകാനുള്ള സ്റ്റാറ്റസ് എങ്കിലും ഉണ്ടോ? പോട്ടെ, ഈ കട വൃത്തിയാക്കാനുള്ള ഒരു യോഗ്യത പോലും ഇന്ന് നിനക്കില്ല. ഈ നീയാണോ ജില്ലാ ഓഫീസർ ആകുന്നത്? നീ എപ്പോഴെങ്കിലും നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? എന്നിങ്ങനെയെല്ലാം ആ കട ഉടമ രാധയെ നോക്കി മനസ്സിൽ കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. ഇത്രയും കേട്ട രാധ മറിച്ച് ഒന്നും ആലോചിക്കാതെ അവളുടെ പേഴ്സ് തുറന്ന് അതിൽ നിന്ന് തന്റെ ID കാർഡ് പുറത്തെടുത്തു. ആ ദേഷ്യത്തിൽ അവൾ ID കാർഡ് എടുത്ത് ആ കട ഉടമയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ജില്ലാ മജിസ്ട്രേറ്റ് രാധ എന്ന് എഴുതിയത് കണ്ട് കട ഉടമയുടെ മുഖം ചുളിഞ്ഞു. ID കാർഡ് പിടിച്ച ആ കൈകൾ വിറക്കാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ രാധയുടെ നേരെ കൈകൾ കൂപ്പി പറഞ്ഞു, സോറി മാഡം എന്ന്. നിങ്ങൾ ഞങ്ങളുടെ ജില്ലാ ഓഫീസർ ആണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ സമയം കളയാൻ വന്ന ഒരു സാധാരണ ഗ്രാമ പെൺകുട്ടികളാണെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് മാഡം, പറയൂ, അതെല്ലാം എടുത്തു തരാം. ദയവ് ചെയ്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. പക്ഷേ രാധയുടെ മുഖത്ത് അപ്പോഴും അയാളോടുള്ള ദേഷ്യമുണ്ടായിരുന്നു. എനിക്ക് നിന്റെ ആഭരണങ്ങളൊന്നും വേണ്ട, അവൾ കുറച്ചുറക്കെ പറഞ്ഞു. ആദ്യം നീ ഇത് പറയൂ, എന്റെ അമ്മയുടെ മുഖത്തടിക്കാൻ നിനക്കെന്ത് അവകാശമാണുള്ളത്? അവരെ തള്ളി മാറ്റാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അവരെ പരസ്യമായി അപമാനിച്ചു. ഇപ്പോൾ നീ നിന്റെ തെറ്റുകൾ മായ്ക്കാൻ സ്വയം കള്ളം പറയുന്നു. ആ കട ഉടമസ്ഥൻ തന്റെ തെറ്റുകൾ മറക്കാൻ വേണ്ടി ഓരോരോ കള്ളക്കഥകൾ കെട്ടിച്ചമക്കാൻ തുടങ്ങി. ഇല്ല മാഡം, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ അമ്മ തെറ്റിദ്ധരിച്ചതായിരിക്കണം. ഞങ്ങൾ അവരെ ഒന്നും പറയാതെ ഇന്നലെ തിരിച്ചു വിട്ടതാണ്. അവരെ തല്ലിയിട്ടൊന്നുമില്ല. അവര് കള്ളം പറയുകയാണ് മാഡം. ആരാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത്? ഇത് കേട്ടതും രാധയുടെ കണ്ണുകൾ വീണ്ടും ദേഷ്യം കൊണ്ട് നിറഞ്ഞു. നിന്റെ കള്ളം പറയുന്നത് ആദ്യം നിർത്തൂ. നീ ചെയ്തതെല്ലാം എനിക്കറിയാം. എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. ഒരാളുടെ വസ്ത്രങ്ങൾ നോക്കിയല്ല അയാളുടെ മൂല്യം നിർണയിക്കുന്നത്. അതവരുടെ പ്രവൃത്തികളിലൂടെയാണ്. ഒരു നിമിഷം ജ്വല്ലറി കട ആകെ നിശബ്ദമായി. കടയിലെ സ്റ്റാഫുകളും കസ്റ്റമേഴ്സും എല്ലാം ഒന്നും സംസാരിക്കാതെ പ്രതിമകളെ പോലെ നിന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ശരി, അപ്പോൾ നീ പറയുന്നത് എന്റെ അമ്മയാണ് കള്ളം പറയുന്നതാണെന്നാണ്. എന്നാൽ നമുക്ക് തെളിവുകൾ നോക്കാം. നിയമത്തിന് വേണ്ടത് വ്യക്തമായ തെളിവുകളാണ്. നിങ്ങളുടെ ഈ ജ്വല്ലറിയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് കേട്ടതും ആ കട ഉടമയുടെ മുഖഭാവം മാറി. നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. ജ്വല്ലറിയിലെ മാനേജറുടെ അനുമതിയോടു കൂടി കടയിലെ CCTV ദൃശ്യങ്ങൾ സ്ക്രീനിൽ പ്ലേ ചെയ്തു. അതിലെ ആ കാഴ്ചകൾ കണ്ട് രാധയുടെ മനസ്സ് പിടച്ചു. ഈ കട ഉടമ തന്റെ അമ്മയുടെ മുഖത്തടിക്കുന്നതും അവരെ പുറത്തേക്ക് തള്ളിക്കൊണ്ടു പോകുന്നതും അപമാനിക്കുന്നതും ആ CCTV ദൃശ്യങ്ങൾ രാധയ്ക്ക് വ്യക്തമായി കാണിച്ചു കൊടുത്തു. രാധയുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു. ഒരു നിമിഷം ഒന്ന് അവളുടെ തൊണ്ട വരണ്ടു. ശേഷം അവൾ ഉറക്കെ പറഞ്ഞു, ഓ, നിങ്ങൾ എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെയാണല്ലേ പെരുമാറിയത്? അതിന്റെ കാരണം എന്താണ്? അവർ ധരിച്ച വസ്ത്രങ്ങളാണോ? ഏയ് മനുഷ്യ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാളുടെ വസ്ത്രങ്ങളാണോ അയാളുടെ പദവി നിർണയിക്കുന്നത്? ആരെങ്കിലും ഇവിടെ ആഭരണങ്ങൾ വാങ്ങാൻ വന്നാൽ അതവർക്ക് കാണിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. അയാൾ അത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ഇഷ്ടമാണ്. ഒരാളുടെ മുഖവും ധരിച്ച വസ്ത്രവും നോക്കി അയാളുടെ പദവി തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? എല്ലാ ജീവനക്കാരും ഇത് കേട്ട് തല കുനിച്ചു നിൽക്കുകയായിരുന്നു. രാധ തന്റെ സംസാരം തുടർന്നു. നിങ്ങൾ ചെയ്തത് ക്ഷമിക്കാൻ പോലും കഴിയില്ല. എന്റെ അമ്മയെ തല്ലിയത്, മോശമായി പെരുമാറിയത് ഇത് നിയമപ്രകാരം വലിയ കുറ്റമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ കേസെടുക്കും. ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയതിനും അവരെ അപമാനിച്ചതിനും നിങ്ങളെ ഞാൻ ജയിലിലടക്കും. ഞാൻ തന്നെ ഇത് നേരിട്ട് ചെയ്യും. ഇത് കേട്ട ആ കട ഉടമ മുട്ടുകുത്തി നിന്ന് കൈകൾ കൂപ്പി രാധയോട് പറഞ്ഞു, മേഡം, ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ.
അവർ നിങ്ങളുടെ അമ്മയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇത് കേട്ട് രാധ പറഞ്ഞു, എന്റെ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരു വ്യക്തിയെ ബഹുമാനിക്കേണ്ടത് അയാളുടെ ബന്ധമോ സ്ഥാനമോ കൊണ്ടല്ല, മനസ്സിലായോ തനിക്ക്? ഉടമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലായി, ക്ഷമിക്കണം മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഇവിടെ വരുന്ന എല്ലാവരെയും ഞങ്ങൾ ബഹുമാനത്തോടെ പരിഗണിക്കും. ദയവായി ഒരു പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കൂ. ദീപ ഒരു നിമിഷത്തേക്ക് ഒന്ന് കണ്ണടച്ചു. ശേഷം ഒന്ന് ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ കടയിൽ ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ നേരിട്ട് വന്ന് നിങ്ങളെല്ലാം ജയിലിലടക്കും. ആ സമയത്ത് ഇതുപോലെ ക്ഷമിക്കാൻ ഒരുപക്ഷെ ഒരു അവസരം ഉണ്ടായിരിക്കില്ല. ഇത് കേട്ട് കട ഉടമയും ജീവനക്കാരും കൈകൾ കൂപ്പി ഒരുപോലെ പറഞ്ഞു, അതെ മേഡം, ഞങ്ങൾ ഇപ്പോൾ ഒരു പാഠം പഠിച്ചു. ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഞങ്ങൾ സത്യം ചെയ്യുന്നു. അന്നു മുതൽ ആ ജ്വല്ലറി കടയുടെ അന്തരീക്ഷം ആകെ മാറി. അവിടെ വരുന്ന എല്ലാ ഉപഭോക്താക്കളെയും അവർ അതിഥികളെ പോലെയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ആരെയും വേർതിരിവില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ തുടങ്ങി. രാധയും അമ്മയും മാലയും വാങ്ങി കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കടയിലെ ആളുകളും മറ്റും അവരെ ആദരവോടെ അഭിവാദ്യം ചെയ്തു. രാധ അമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു, അമ്മേ, ഇതുപോലെ ഇനി നിങ്ങളെയോ മറ്റാരെയോ അപമാനിക്കാൻ കഴിയില്ല. ഇത് എന്റെ വാഗ്ദാനമാണ്. ഇതും പറഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. അപ്പോ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? വലിയ രീതിയിലുള്ള ഒരുപാടധികം ഗുണപാഠങ്ങൾ നിറഞ്ഞ ഒരു കഥയാണിത്. കഥയിൽ നിങ്ങളുടെ പേരുകൾ കൊടുക്കണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്തൊരു കഥയുമായി കാണാം.